അങ്ങനെ ഇപ്പോൾ മോഡോക്ക് കാരണം പഴയ തൻ്റെ ആർമാർ തിരിച്ചു ലഭിച്ച അയൺമാനായി മാറി നിൽക്കുന്ന ടോണി സ്റ്റാർക്കും ബാക്കിയുള്ള സൂപ്പർ ഹീറോസും പിന്നെ വില്ലന്മാരുമെല്ലാം ഇപ്പോൾ വീണ് കിടക്കുന്ന റെഡ് സ്കളിനിട്ട് വീണ്ടും അടി കൊടുക്കാനായി ഒന്നിച്ചു നിന്നതും അപ്പോൾ തന്നെ റെഡ് സ്കൾ അവിടെ വീണ് കിടക്കുന്ന ടെസറാക്റ്റ് ഉപയോഗിച്ച് തൻ്റെ ചുറ്റും ഒരു ഷീൽഡ് നിർമ്മിച്ചിട്ട് അവെഞ്ചേഴ്സിൻ്റെ വില്ലന്മാരുടെയും പുറകിൽ 2-3 ബഹിരാകാശത്തേക്കുള്ള പോർട്ടലുകൾ നിർമ്മിച്ച് അവരെ എല്ലാ പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് ഇടുവാൻ റെഡ് സ്കൾ നോക്കിയതും അപ്പോൾ തന്നെ നമ്മുടെ തോർ അതിലൊരു പോർട്ടലിൻ്റെ ഉള്ളിൽ നിന്നും തൻ്റെ മിയോളിനർ പുറത്തു കൊണ്ടുവന്ന് ആ മിയോളിനർ വലിച്ചെറിഞ്ഞ് റെഡ് സ്കളിൻ്റെ ചുറ്റുമുള്ള ഷീൽഡ് പൊട്ടിച്ചു കളഞ്ഞതും അപ്പോൾ തന്നെ റെഡ് സ്കളും ടെസറാക്റ്റും തെറിച്ച് അവിടെയുള്ള പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് വീണ് ആ പോർട്ടലുകൾ അടയുകയാണ്. അങ്ങനെ സൂപ്പർ ഹീറോസും വില്ലന്മാരും ഒന്നിച്ച് റെഡ് സ്കളിനെ തോൽപ്പിച്ചിരിക്കുകയാണിപ്പോൾ. മാത്രമല്ല നിന്നെയൊക്കെ ഞങ്ങൾ പിന്നീട് തോൽപ്പിച്ചോളാമെന്ന് പറഞ്ഞ് മോഡോക്കും സൂപ്പർ വില്ലന്മാരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. മാത്രമല്ല പിന്നീട് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോക്കായിക്ക് തൻ്റെ കാഴ്ച തിരിച്ച് ലഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മാത്രമല്ല കഥയുടെ അവസാനം നമ്മുടെ റെഡ് സ്കൾ ചെന്ന് വീണിരിക്കുന്നത് താനോസിൻ്റെ മുൻപിലാണ്.